ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോർണിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് ലേറ്റായി ഇടാൻ. എല്ലാവർക്കും എൻ്റെ രാധാസ്വാമിലി കിച്ചണിലേക്ക് സ്വാഗതം. പത്രമാറ്റ ഇന്നത്തെ എപ്പിസോഡ് എന്താ വെച്ചാൽ 13/12/24 കേട്ടോ. നമ്മളുടെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഭയങ്കര ഡിസ്കഷൻ. കാരണം മരുന്ന് കൊടുത്തതൊക്കെ പ്രശ്നമായി. ഇപ്പോൾ ഏതാണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ദേവയാനി എന്നൊക്കെ വിവരങ്ങളൊക്കെ അവർ അറിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അനാമികയോട് പറയുകയാണ് അവർക്ക് ലിവറൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അവൾ പറയും ബ്ലഡ് തന്നെ കൊടുക്കാൻ എനിക്ക് പേടി, എന്നിട്ടല്ലേ ഇപ്പോൾ ലിവർ കൊടുക്കുന്നത്. അവർക്കൊരു മരുമകളുണ്ടല്ലോ, അവൾ വേണമെങ്കിൽ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അവൾ വേണ്ട സഹായം ചെയ്തോട്ടെ, എന്നെ കൂടൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് വയ്യ, ഞാൻ ഈ ആശുപത്രിയിലൊന്നും പോയില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെ പറ്റില്ല, നീ ആശുപത്രിയിലൊക്കെ പോകണം, പോകാതിരിക്കരുത് എന്നറിയും. വിളിക്കുകയും ചെയ്യില്ല എന്ന് പറയുകയാണ് അവൾ. അഥവാ ഇനി അവർ ഇവളുടെ തന്നെ ആരും കിട്ടിയില്ലെങ്കിൽ ഇവളുടെ തന്നെ വരികയാണെങ്കിലോ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിലോ എന്നറിയാൻ അനാമിക അറിയും. ഇത് വലിയ ശല്യമായി പോയല്ലേ, അപ്പോൾ അവളുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തത്, അതിപ്പോൾ നമുക്ക് തന്നെ ഭാര്യയായി എന്ന് പറയും രോഹിണി. അങ്ങനെ അവർ മൂന്നുപേരും ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ പറയും എന്തായാലും ഒരു കാര്യം ചെയ്യാം, പഴയ പരിപാടിയെ നോക്കാം. കാരണം എന്താ വെച്ചാൽ ആളെ കൊടുന്നു, അപ്പോഴേക്കും ഇവിടെ ആൾ റെഡി ആയി എന്ന് പറഞ്ഞിട്ടല്ലോ ബ്ലഡിനെ. അപ്പം അങ്ങനെ തന്നെ അതേ നമ്പർ തന്നെ ഇറക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ആൾ അല്ലെങ്കിൽ മോള് തന്നിരുന്നു ലിവർ എന്ന് പറയുമ്പോൾ പിന്നെ എന്നാൽ പിന്നെ വന്ന ആളെ പറഞ്ഞയച്ചിട്ട് മോളെ ലിവർ എടുക്കാം എന്നെങ്ങാനും പറയുമോ, അത് പ്രശ്നമാണ്. അപ്പോൾ അവർ എന്തായാലും എന്താവും പ്രശ്നം എന്ന് പറഞ്ഞ് പോലീസ് കേസാവും ഒന്നും അറിയില്ല, ആകെ പ്രശ്നമായി. അഥവാ ദേവയാനിയുടെക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോലീസ് കേസാവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് നിൽക്കുക. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ആദർശും നയന ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒക്കെ എല്ലാം കൊണ്ടും ഫിറ്റാണ്, കുട്ടി ഇങ്ങനെ ലിവർ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബോഡിയൊക്കെ ഫിറ്റാണ്. അപ്പോൾ അതും ഇത്രയും ധൈര്യത്തോടു കൂടി വന്നതല്ലേ. അപ്പോൾ അവൾ പറയും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, പിന്നെ മരിക്കാൻ വരെ തയ്യാറാണ്, അമ്മ രക്ഷപ്പെടണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ എന്നാലും വീട്ടിൽ പറയാതെ എങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ വേണ്ട, അച്ഛന് അറ്റാക്ക് കഴിഞ്ഞതാണ്, 2 അറ്റാക്ക് കഴിഞ്ഞാൽ അച്ഛനറിഞ്ഞ അച്ഛനത് പ്രശ്നമാവും, അപ്പോൾ എന്തായാലും ഇപ്പോൾ ആരും അറിയണ്ട എന്നുള്ളത് തന്നെയാണ് നയനയും പറയുക. അങ്ങനെ ഡോക്ടറൊക്കെ അവളെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. എന്തായാലും പേടിക്കാനൊന്നുമില്ല, ഇതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന്ന് രക്ഷപ്പെടും. പക്ഷേ ദേവയാനിയുടെ കാര്യമാണ് പ്രശ്നം, കാരണം അവരിതിന്ന് ഇതായി വരാൻ കുറച്ച് സമയം പിടിക്കും എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ ഇത് കൊടുക്കാൻ ലിവർ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയും. കഴിയുന്നതും പെട്ടെന്ന് കൊടുക്കും വേണം, അങ്ങനെ അത്രയും ക്രിട്ടിക്കലാണ് ദേവയാനിയുടെ അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും നയനെ പോയിക്കോളൂ പറയും. അങ്ങനെ നയനെ പോവുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അച്ഛനും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ നയനയുടെ നന്മ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്താലും അമ്മയ്ക്ക് അറിയില്ലല്ലോ, മരുമകളാണ് തന്ന് ലിവറും ഒക്കെ കൊടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. നീ പറഞ്ഞാൽ തന്നെ അവൾ അത് എങ്ങനെയാണ് അത് എടുക്കാമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ആരോടും പറയണ്ട. പിന്നെ അവളെപ്പോലെ നല്ലൊരു കുട്ടിയാണ് നമുക്ക് അനന്തപുരി തറവാടിന് വേണ്ടത്, പക്ഷേ എന്ത് ചെയ്യുക, അത് അവൾ നിൻ്റെ അമ്മ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ രണ്ടാളും കൂടെ വളരെ സങ്കടത്തോടൊന്ന് സംസാരിക്കുമ്പോഴേക്കും നയന വരും. ഇപ്പം അവൾ വരുന്നുണ്ട് പറയും. അപ്പോൾ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ ഫിറ്റാണ്, ഇപ്പോൾ ഇതിന് കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് കൊടുക്കാൻ പറ്റും, എല്ലാം ഓക്കെയാണ് എന്ന് പറയും. അപ്പോൾ പറയും ഒന്നുമല്ല വെറുതെ പറയുകയാണെന്നുള്ളതിലാവും ആദർശ് പറയും. അപ്പോൾ ആദർശിനോട് പറയും അവൾ എന്നാൽ നിങ്ങൾ നേരിട്ട് ചോദിച്ചു നോക്കും, ഞാനെന്തിനാണ് വെറുതെ പറയുന്നത്, ഡോക്ടറോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവിടുന്ന് പക്ഷേ അമ്മോടും അച്ഛനോടും വീട്ടിൽ പറയാതെ എങ്ങനെ നോക്കുമ്പോൾ വേണ്ട, അച്ഛനോടും അമ്മോടും പറയണ്ട, അച്ഛനും ഒന്നാമത് അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അമ്മോട് പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും ആരും അറിയണ്ട, ഇക്കാര്യം ഇങ്ങനെ ചെയ്യണ വിവരം ആരും അറിയണ്ട, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ അതൊരു പ്രശ്നമാവും, അതുകൊണ്ട് അതറിയണ്ട എന്ന് അവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് പറയാം, ഇവർ വളരെ ഇതായി നിൽക്കുക. അപ്പോൾ അവൾ പറയും എല്ലാവരും നേരത്തെ വന്നാലേ, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിക്കോളും, ഞാൻ ഇവിടെ നിൽക്കാം, എന്തായാലും ഞാനിവിടെ നിൽക്കണം, എനിക്ക് ഇനി ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ രണ്ടാളും വീട്ടിൽ പോയി ഫ്രഷായിട്ട് വരും പറയും. അപ്പോൾ നീ പോയിട്ട് പോകാം, ഞാൻ പോയി അപ്പോൾ ആദർശ് പറയും ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറയും. അപ്പോൾ അന്ന് ശരി പറഞ്ഞിട്ട് ആദർശ് പോവും ഡ്രസ്സ് എടുക്കാൻ പോവുക. അപ്പോൾ ജയനോടും നയന അങ്ങനെ സങ്കടപ്പെട്ടു അങ്ങനെ പറയും, അച്ഛൻ്റെ ജീവൻ കൊടുക്കാനാണെങ്കിലും കൊടുത്തിട്ടാണെങ്കിൽ അമ്മയെ രക്ഷിക്കണം, എനിക്കതല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും എന്ത് ചെയ്യാം മോളെ, അവൾ നിന്നെ സ്നേഹിക്കേണ്ടതാണ് ഒരുപാട്, പക്ഷേ എന്താ ചെയ്യുക, നിൻ്റെ കാര്യം പറയുമ്പോഴേ അവൾക്ക് ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയും. അത് സാരമില്ല, ചാക്ക മാറിക്കോളും തന്നെ നയന പറയൂ കേട്ടോ.
അവിടുന്ന് നമ്മൾ ആദർശ് വീട് ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഉമർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ചായ കുടിക്കുന്നതാണ്. അതിൽ എങ്ങനെയുണ്ട് മോനെ അമ്മയ്ക്ക് വയ്ക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അറിയും. അപ്പോൾ പറയും മുത്തശ്ശൻ പറയും ഞാൻ ഒരു വർഷങ്ങളായിട്ട് അറിയുന്ന ഹോസ്പിറ്റൽ അവിടുത്തെ വിവരങ്ങളൊക്കെ എനിക്കറിയാം, എന്നെ വിളിച്ച് പറയുന്നുണ്ട് പറയും. അപ്പോൾ മുത്തശ്ശി വയ്ക്കും ദേവയാനിക്ക് അസുഖം കൂടുതലാണല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ സങ്കടം വരും. അപ്പോൾ അവരിങ്ങനെ കരയാണ്. അപ്പോൾ എൻ്റെ കൂടെ ആദർശം കരയും. അപ്പോൾ പറയും നീ എന്തിനാ കരയുന്നുണ്ട് മോനെ, നീ നിന്നേക്കാളും മനധൈര്യം എനിക്കുണ്ട് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പ്രാർത്ഥിക്കണം, അമ്മയ്ക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണേ. പിന്നെ അതില്ലാതിരിക്കുമോ എന്നൊക്കെ പറയും. എന്തായാലും ആരെങ്കിലും കിട്ടിയോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയും എന്ത് സഹായം വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം, പാരിതോഷങ്ങൾ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണം, പറയാണ്ട തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ പറയും നയനമോളാണ് പിന്നെ ബ്ലഡ് കൊടുത്തത്, അത് പിന്നെ ഇതുവരെയും ദേവയാനി അറിഞ്ഞിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ലിവർ ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരും അതാരാന്ന് അറിയണില്ലല്ലോ പറയും. ഒരു പാരിതോഷവും പ്രതീക്ഷിക്കാണ്ട് ഒരാൾ വന്നിട്ടുണ്ട് പറയും. അപ്പോൾ അവർക്കപ്പോൾ പറയും അവർക്ക് എന്തായാലും എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം, അവർ ചോദിക്കാണ്ട് തന്നെ എന്ന് പറയും. വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യാം എന്നുള്ളതിൽ തന്നെയാണ്. പക്ഷേ നയനയാണെന്ന് പറയില്ല, ആരാന്ന് പറയില്ല കേട്ടോ. നയനയാണ് കൊടുക്കണമെന്നുള്ളത് പറയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോട്ടെ എന്ന് പറയും. ശരി അറിയും. അങ്ങനെ അവൻ പോവാണ് ഡ്രസ്സ് എടുത്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറും ആദർശം കൂടെ ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ഡോക്ടർ പറയും മൂർത്തി സാറ് വിളിച്ചിരുന്നു സാറ് മറ്റേ നയനെ ഒരുപാട് ഇഷ്ടമാണ് സാറിനെ പോലെ ഒരാൾ ഇത്രയും പിന്നെ നയനെ ഇതാക്കണമെങ്കിൽ ആ കുട്ടി അത്രയ്ക്ക് നല്ലൊരു കുട്ടിയായതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ അച്ഛനോടും അമ്മോടും പറയണ്ട എന്നാണ് പറയുന്നത്, പക്ഷേ നയനയുടെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയില്ല അച്ഛനോട് പറയണ്ട എന്നാണ് പറയുന്നത്. എന്നൊരു കാര്യം അമ്മോടും അനിയത്തിയോടെങ്കിലും പറയൂ, ആരോടും പറയാണ്ടിരുന്നാൽ അത് കഷ്ടമല്ലേ എന്ന് പറയും. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും പറയണം. അപ്പോൾ പറയും പിന്നെ അമ്മയുടെ കാര്യം, ദേവയാനിയുടെ കാര്യം, ദേവയാനിക്കിപ്പോൾ ഇതിനൊന്നും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ദേവയാനിയോട് ഇവളാണ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പറയും തൻ്റെ കാര്യം വളരെ കഷ്ടമാണല്ലോടോ എന്നറിയും ആദർശിനോട്. അപ്പോൾ പറയും തന്നെ പോലെ ചെറുപ്പക്കാരെ അപ്പോൾ ഇവിടെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വരുന്നത്, കാരണം അവർ ഓരോരോ പ്രശ്നങ്ങളാണ് കുടുംബത്ത് എന്നൊക്കെ പറയും. എല്ലായിടത്തും ഉണ്ട് ഇത്, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഡോക്ടർ ഇതായിട്ട് ആദർശിനോട് സംസാരിക്കാൻ. അപ്പോൾ ആദർശ് പറയും എന്തായാലും പിന്നെ ഇയാളൊരു കാര്യം ചെയ്യും, നയനയുടെ വീട്ടിലെങ്കിലും ഒന്ന് സംസാരിക്കും, അച്ഛനോട് പറയണ്ട അമ്മോടും അനിയത്തിയോടൊന്ന് സംസാരിക്കും കേട്ടോ, അപ്പോൾ ആരോടും പറയാതിരുന്നാൽ അത് മോശമാണെന്ന് പറയും. അപ്പോൾ പറയാം ഡോക്ടർ എന്നിട്ട് അങ്ങനെ ആദർശ് പോവുക. അങ്ങനെ ആദർശ് പിന്നെ നന്ദുവും കനകയും കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി ബിഗ് ഷോപ്പറിൽ വാങ്ങി പുറത്തേക്ക് വരുന്ന സമയത്താണ് ആദർശ് വിളിക്കുക. അപ്പോൾ ആദർശ് മോനാണല്ലോ പറഞ്ഞിട്ട് ഒരു ഫോൺ എടുക്കുക. അപ്പോൾ എന്താ മോനെ വയ്ക്കുമ്പോൾ അമ്മേ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരുമോ, അച്ഛനെയും കൂട്ടി വരുമോ എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്തേന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നത് മോനെ അമ്മയ്ക്ക് കുറച്ച് പ്രശ്നമാണ്, വേഗം വരണം എന്ന് പറയും. അപ്പോൾ നയനമോൾ അവിടെ ഇല്ലേ, ഉണ്ടല്ലോ എന്ന് പറയും. അല്ലേ ഫോൺ എടുത്തൊന്ന് രാവിലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല, ഇപ്പോഴും ഞാൻ വിളിച്ചിരുന്നു അപ്പോഴും ഫോണൊന്നും എടുത്തില്ല എന്നറിയും. അവിടെ ഉണ്ടമ്മേ അറിയും. അപ്പോൾ എന്നാൽ വേഗം വരൂ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ പിന്നെ ഇവർ രണ്ടാളും കൂടെ കനകയും നന്ദും കൂടെ പിന്നെ വേഗം പോവുകയാണ് സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക്. അതിന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഗോവിന്ദനും കനകയും കൂടെയാണ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ. വേഗം വരുമ്പോൾ ആദർശ് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇത് ആദർശ് മോൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പറയുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ വയ്ക്കുമ്പോൾ പറയും അമ്മയ്ക്ക് വയ്യ കുഴപ്പമാണെന്ന് പറയും. ഇപ്പോൾ നയന ഇവിടെ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവളൊന്നും ഫോൺ കൊടുത്തില്ല, ഞങ്ങൾ പെട്ടെന്ന് രാവിലെ പോരുണ്ടായത്, അമ്മയുടെ അവസ്ഥ ഇത്തിരി പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോന്നു, അതുകൊണ്ട് ഫോൺ എടുത്തില്ല, ഫോൺ വീട്ടിലാണെന്ന് പറയും. ഓക്കെ. അപ്പം മോളെ എവിടെ വയ്ക്കുമ്പോൾ മോൾ ഇവിടെ ഉണ്ടായിരുന്നു, ക്യാൻറ്റീനിലും കൂടെ പോയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ, മോൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ പറയുമ്പോൾ പ്രശ്നമാണ് എന്നാലും പോയി കാണാം എന്ന് പറയും. എന്നിട്ട് അങ്ങനെ പാവം അവർ രണ്ടുപേരും കൂടെ ദേവയാനീനെ കാണാൻ ഐസുവിൽ കയറുന്ന. ഐസുവിൽ ഇവരെ കാണുമ്പോഴേക്കും ദേവയാനി ഇങ്ങോട്ട് അസുഖമായി കിടക്കുകയാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് പാവം ഇവരോട് രണ്ടുപേരോട്. അപ്പോൾ നിങ്ങളെന്തിനാണ് വന്നത് കാണാൻ, നിങ്ങളെ മകളുണ്ടോ അവിടെ പുറത്ത്, അവളെ എന്നെ വന്ന് കാണരുത് ഞാൻ അവളോട് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവൾ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ അത് നിങ്ങളെന്ത് കാര്യത്തിൽ വന്നത്, നിങ്ങളെ കാണുന്നേക്കാട്ടിലും എനിക്ക് അവളെ കാണുന്നേക്കാളും ദേഷ്യം നിങ്ങളെ കാണണം, അവൾക്ക് ജന്മം കൊടുത്തത് നിങ്ങളല്ലേ എന്നും പറഞ്ഞ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുക. എന്താ അപ്പോൾ അങ്ങനെ പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചിട്ട് അസുഖമായി കിടക്കുന്ന സമയത്തും വിറ്റങ്ങളുടെ മെക്കെട്ട് കയറാൻ ചെല്ലും. അങ്ങനെ അവർ അങ്ങനെ അന്താളിച്ച് നിൽക്കുക. ഈ സ്ത്രീ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോടും ആ വീട്ടുകാരോടുള്ള വെറുപ്പേ അത്രയ്ക്കുണ്ട്.
അത് എങ്ങനെയൊക്കെയാണ് അവർക്കത് പുറത്തേക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാണ്ട് ആ ഒരു സ്റ്റേജിലും അവരെ ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പറയുന്ന കഥ കേൾക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റ് അങ്ങനെ പോണു. നാളെ കാണാം. ഓക്കെ, താങ്ക് യു.